ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ബ്ലീച്ചിൻ്റെ 109 അതുപോലെ തന്നെ 110 എപ്പിസോഡാണ്. ഞാൻ അവസാനമായിട്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത് 74ആണ്. എന്തുകൊണ്ടായിരിക്കും 74 കഴിഞ്ഞിട്ട് 109 110 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സീരീസിൻ്റെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീരീസിൻ്റെ അകത്തിൽ 45% ഫില്ലർ എപ്പിസോഡ്സ് ആണെന്നുള്ള ഒരു കാര്യം. ബ്ലീച്ചിൻ്റെ അകത്തിൽ മുഴുവനായിട്ട് 366 എപ്പിസോഡ്സ് ആണ്. അതിൽ 163 എപ്പിസോഡ്സ് ഫില്ലർ എപ്പിസോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ 65ാമത്തെ എപ്പിസോഡ് മുതൽ 108ാമത്തെ എപ്പിസോഡ് വരെ ഫില്ലറാണ്. അതും ഒരു ആവശ്യവുമില്ലാത്ത ഫില്ലർ, മെയിൻ സ്റ്റോറിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഫില്ലർ എപ്പിസോഡ്സ്, ഓർഡിപ്പിച്ച് കൊല്ലുന്ന രീതിയിലുള്ള ഫില്ലർ എപ്പിസോഡ്സ് ആണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേടിക്കൊന്നും വേണ്ട, ഫില്ലർ എപ്പിസോഡ്സ് മെയിൻ പ്ലോട്ടുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് അത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. അതൊക്കെ ചെയ്താലേ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ക്യാപ്റ്റൻ ഐസർ ആണെങ്കിൽ സോൾ സൊസൈറ്റിനെ ബിട്രേ ചെയ്തിട്ട് സോൾ സൊസൈറ്റി വിട്ടുപോയിരിക്കും. ആൾക്കാർക്ക് മുറിവുകളൊക്കെ പറ്റിയെങ്കിൽ അവർ റിക്കവറായി വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാടധികം ബിൽഡിങ്സ് ഒക്കെ ഡിസ്ട്രോയ് പോയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഇപ്പൊ റിപ്പയർ ആയി വരുന്നു. ക്യാപ്റ്റൻ ഉട്ടക്കാട്ട വന്നിട്ട് റൂക്കിയോട് പറയുന്നത്, ഹേ റൂക്കിയ, നിന്റെ ഡ്യൂട്ടി മാറ്റിയിരിക്കുന്നു, നീയാണ് ഇനി കാർക്കുറ സിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. സോ ഇത് കേട്ട റൂക്കിയക്ക് ഒരുപാടധികം സന്തോഷം വന്നിട്ട് താങ്ക് യു വെരി മച്ച് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഉട്ടക്കാട്ടയോട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഉട്ടക്കാട്ടയ്ക്ക് മനസ്സിലാക്കിയാണ് നമ്മുടെ റൂക്കിയ തന്റെ ഫ്രണ്ട്സിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. സോ അതുകൊണ്ടാണ് റൂക്കിയുടെ ഡ്യൂട്ടി മാറ്റി കാർക്കുറ സിറ്റിയിലേക്ക്. സോ അന്നേരം തന്നെ നീ നല്ല രീതിയിൽ തന്നെ കാർക്കുറ സിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നീ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് വേണ്ടി കാർക്കുറ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ ഉട്ടക്കാട്ട പറയുന്നു. സോ ഇത് കേട്ട റൂക്കിയ ഓക്കെ സാർ, ഞാൻ പെട്ടെന്ന് തന്നെ പോകാമെന്നും പറയുന്നു. സമയം തന്നെ നമ്മുടെ ഹ്യൂമൻ വേൾഡിൽ ഇച്ചിഗോന്റെ ബോറിംഗ് ആയിട്ടുള്ള സ്കൂൾ ലൈഫ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അന്നേരം തന്നെ ഹ്യൂമൻ വേൾഡിൽ ഏതോ ഒരു ഹോളോ ആണെങ്കിൽ ഫോം ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതേസമയം തന്നെ സ്കൂളിലാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആയിരുന്നു താട്സുക്കി അങ്ങോട്ട് വരുന്നത്. എന്താണ് ഇച്ചിഗോനോട് ചോദിക്കുന്നു. സോ നമ്മുടെ ഇച്ചിഗോന്റെ കയ്യിലാണെങ്കിൽ സോൾ ബാഡ്ജ് ആണുള്ളത്. സോ ആ സോൾ ബാഡ്ജ് താട്സുക്കിക്ക് കാണാൻ പറ്റുന്നെന്നുള്ള കാര്യം നമ്മുടെ ഇച്ചിഗോ ഞെട്ടിക്കുന്നു. എന്ന് വെച്ചാൽ താട്സുക്കിയുടെ സ്പിരിച്വൽ എനർജി ഓരോ ദിവസം കഴിയുമ്പോഴും ഇൻക്രീസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ കയ്യിലുണ്ടായിരുന്ന സോൾ ബാഡ്ജ് കാണിക്കുന്നുണ്ട്. സോ അത് നമ്മുടെ ഇച്ചിഗോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇച്ചിഗോന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുമ്പോൾ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു ഓളനെ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ അന്നേരം തന്നെ എൻ്റെ ഫയറിന് കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ അതുകൊണ്ട് തന്നെ ടോൾജി പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഹോളോനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇച്ചിഗോ സോൾ ഫോമിലേക്ക് മാറിയിട്ട് ഹോളോനെ തപ്പി സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ താട്സുക്കി കാണുന്നുണ്ട്. കണ്ടുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ എന്തുവാ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ താട്സുക്കി ചിന്തിക്കുന്നുണ്ട്. സോ അങ്ങനെ പോയി നമ്മളെ കാണുകയാണ്. ഹോളോനെ കണ്ടുടനെ തന്നെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ സമ്പത്തും എടുത്തിട്ട് ആ ഹോളോനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുന്നു, ഈയിടെയായിട്ട് കാർക്കുറ സിറ്റിയിൽ ഹോളോസിറ്റി അറ്റാക്ക് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ്? ഹോളോസിനെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ആകാശത്ത് നിൽപ്പുണ്ട്. സോ ഇതൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പേര് ഹിറാക്കു എന്നാണ്. അത് മാത്രമല്ല ഇച്ചിഗോന്റെ സ്കൂളിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റ് കൂടാണ് ഇവർ. വന്നോടെ തന്നെ നമ്മുടെ ഹിറാക്കു ആണെങ്കിൽ ഇച്ചിഗോയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് ആകാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. സോ പിന്നീട് കാണിക്കുന്നത് ഒരുപാടധികം വർക്കൊക്കെ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയാണ്. അവിടെ കിടന്ന് കോൺ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സോ ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഇച്ചിഗോന്റെ ബാഡ്ജിൽ നിന്ന് ഹോളോ വന്ന് അലേർട്ട് തരുന്നത്. സോ അന്നേരം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സോൾ റിപ്പർ ഫോമിലേക്ക് മാറുകയാണ്. എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സമ്പത്ത് വെച്ചിട്ട് ആ ഹോളോനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടൊരു സോൾ റിപ്പർ കയറി വരികയാണ്. നീ ആരാടാ? ഈ സിറ്റിയിലെ ഇൻചാർജ് ഞാനാണ്. ഒരു സിറ്റിയിൽ തന്നെ 2 പേര് ഇൻചാർജായിട്ട് നിൽക്കത്തില്ല. എൻ്റെ പേര് സെനോസുക്കി എലൈറ്റ് സോൾ റിപ്പർ. ഇത് കേട്ട നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, ഇച്ചിഗോ കുറോസാക്കി, ഞാനൊരു ഹ്യൂമനാണ്. അതുമാത്രമല്ല ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് സോൾ റിപ്പറാണ്. സോ ഇത് കേട്ട ആ സോൾ റിപ്പർ ആണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോനെ കളിയാക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ഇച്ചിഗോ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹിറോക്കോ വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹിറാക്കു ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആണ്. അത് മാത്രമല്ല അവൻ സമ്പത്തും യൂസ് ചെയ്യുന്നു. സോ ഇതും കൂടെ കണ്ടിട്ടാണ് നമ്മുടെ ഇച്ചിഗോ ഞെട്ടുന്നത്. കാര്യം മാത്രം മറക്കരുത്, സമ്പത്തു എന്ന് പറഞ്ഞാൽ സോൾ റിപ്പേഴ്സിന്റെ മെയിൻ വെപ്പൺ ആണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആണെങ്കിൽ കാർക്കുറ സിറ്റിയിലേക്ക് ഇറങ്ങുന്നു. സോ ഈ ഹോളോന്റെ മെയിൻ ഉദ്ദേശം ഇച്ചിഗോ കുറോസാക്കിനെ ഇല്ലാതാക്കണമെന്നാണ്. ഇത് നമ്മുടെ ഇച്ചിഗോ അല്ല, ഇച്ചിഗോന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന കോണായിരുന്നു. സോ ഈ കോണാണെങ്കിൽ നമ്മുടെ ഈ ഹോളോനെ കണ്ടുടനെ തന്നെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. നമ്മുടെ കോണിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇച്ചിഗോനെയും സെൻസ് ചെയ്യാൻ വേണ്ടി അവന് സാധിക്കുന്നില്ല. സോ ഇതേ സമയം തന്നെ ആ ഹോളോ ചോദിക്കുന്നു, ഇച്ചിഗോ, നീ എന്നെ
എന്നെ അങ്ങ് മറന്നു പോയോ? നമ്മുടെ ഈ ഹോളോ ചോദിക്കുന്നു. സോ ഇപ്പോഴാണ് നമ്മുടെ കോണിന് മനസ്സിലാകുന്നത് ഈ ഹോളോയുമായിട്ടാണ് നേരത്തെ ഇച്ചിഗോ ഫൈറ്റ് ചെയ്തത്. ഇവൻ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടുള്ളത്? അന്ന് തന്നെ ഇച്ചിഗോ ഇവനെ ഡിസ്ട്രോയ് ചെയ്തതല്ലേ? എങ്ങനെയാ ഇപ്പോഴും ജീവനോടുള്ളത്? അത് മാത്രമല്ല ഇവൻ നേരത്തേനെക്കാട്ടിൽ ഒരുപാടധികം പവർഫുൾ ആണ്. അതെനിക്ക് സെൻസ് ചെയ്യാൻ നേരത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത് നമ്മുടെ കോൺ മനസ്സിൽ വിചാരിക്കുകയാണ്. സോ അങ്ങനെ ആ ഹോളോ നമ്മുടെ കോണിനെ ആക്രമിക്കാൻ നിൽക്കുന്നിടത്ത് വെച്ചാണ് സീൻ കട്ടായിട്ട് നമ്മുടെ ഇച്ചിഗോയും അതുപോക്ക് തന്നെ ഫൈറ്റ് ചെയ്യുന്നത്. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഹേയ് ഇച്ചിഗോ കുറോസാക്കി, നീ ഒരുപാടധികം ശബ്ദം ഉണ്ടാക്കരുത്. അതുമാത്രമല്ല നിന്റെ സ്പിരിച്വൽ പ്രഷർ നീ ഇവിടെ ഒരുപാടധികം യൂസ് ചെയ്യാനും പാടില്ല. കാരണം നിന്റെ സ്പിരിച്വൽ എനർജി സെൻസ് ചെയ്ത് ഒരുപാടധികം ഹോളോസ് നിന്റെ അടുത്തേക്ക് വരും. അത് അത്രയ്ക്ക് നല്ലതല്ലായിരിക്കും എന്ന് നമ്മുടെ ഇച്ചിഗോനോട് ഹിറാക്കു പറയുന്നു. നീ ശരിക്കും ആരാ എന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു ഹോളോ മാസ്ക് എടുത്ത് നമ്മുടെ ഇച്ചിഗോനെ കാണിക്കുകയാണ്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഹോളോ മാസ്ക് ആണ് ഇച്ചിഗോ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഹിറാക്കു ഇച്ചിഗോയിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിഗോ, നിന്റെ ഹോളോ പവർ നിനക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കാം. നീ എൻ്റെ കൂടെ വൈസോർട്ടിൽ വാ. ഞാൻ നിന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതോട് നേരത്തെ തന്നെ പറഞ്ഞല്ലേ നമുക്ക് ഫ്രണ്ട്സ് ആകാമെന്ന്. നീ എൻ്റെ സൈഡിൽ വരേണ്ട ഒരാളാണ്. നിന്റെ ഹോളോ പവർ നിനക്ക് നല്ലതായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതുമാത്രമല്ല നീ നിന്റെ ഹോളോ പവർ കൺട്രോൾ ചെയ്താൽ നീ ഒരുപാടധികം പവർഫുൾ ആകും. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ വന്ന് ജോയിൻ ചെയ്യും. സോ ഇത് കേട്ട അവൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഹോളോനെ കണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷിതേനെയാണ്. സോ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആണ് നമ്മുടെ ഇഷിതേനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇഷിതയാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഹോളോ ആണെങ്കിൽ നമ്മുടെ ഇഷിതേനെ വിടുന്നില്ല. ഇഷിതയുടെ പുറകെ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. നീ പണ്ടത്തേനെ പോലെ തന്നെ വളരെയധികം വീക്കാണ്. നീ ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. സോ ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഷിതേൻ്റെ അച്ഛൻ ഇഷിതയാണ്. സോ തന്നെ ഈ ചെറിയ ഹോളോനെ കൊല്ലാൻ വേണ്ടിയാണോ നീ ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആയുധം എടുത്തിട്ട് ആ ഹോളോനെ നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് ഒറ്റ അറ്റാക്കിൽ തന്നെ ആ ഹോളോനെ മുഴുവനായിട്ടും തന്നെ നമ്മുടെ ഇഷിതേൻ്റെ അച്ഛൻ രൂഗൻ ഇല്ലാതാക്കി കളയുകയാണ്. കണ്ടിട്ട് നമ്മുടെ ഇഷിത നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. തൻ്റെ അച്ഛന് എങ്ങനെയാണ് ക്യുൻസി പവർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഇഷിതയുടെ അച്ഛനായിട്ടുള്ള രൂഗനാണെങ്കിൽ ക്യുൻസീസിനെ നല്ല രീതിയിൽ തന്നെ ഹേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാടധികം സീക്രട്ട് എൻ്റെ അടുത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തിനാണ് ക്യുൻസീസിനെ ഹേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് നിന്നോട് പറയാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് നമ്മുടെ റിയൂക്കൻ പറയുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന് 109, 110 എന്ന് പറഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടാണ് നമ്മുടെ ഇഷിതയുടെ അച്ഛൻ. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും. റിയൂക്കൻ ഇഷിത വൺ ഓഫ് ദ മോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലീച്ച് ക്യാരക്ടർ കൂടെ. അടുത്ത ദിവസം ഞാൻ 2 എപ്പിസോഡ്സ് ആണ് ഒറ്റ വീഡിയോയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ അതിനൊരു കാരണമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ 109ാമത്തെ എപ്പിസോഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം. സോ അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ കുറേ കോമാളിത്തരവും അതുപോലെ തന്നെ കോണിൻ്റെ കുറേ കോമാളിത്തരങ്ങളൊക്കെയാണ്. സോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ 110ാമത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത് ഞാൻ മുഴുവനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലാണ് അത്യാവശ്യം നല്ല കിടില സംഭവങ്ങൾ ഇനി ബ്ലീച്ചിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ അടുത്ത ബ്ലീച്ച് എപ്പിസോഡ് വരേക്കും ടാറ്റ ബൈ.